അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എനിക്ക് സ്പെഷ്യലാണ്, നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിക്കൊള്ളണമെന്നില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നെന്ന് വെച്ചാൽ ജാനുവരി 23 അപ്പോൾ നമ്മൾ ജാനുവരി 22 രാത്രി ആയപ്പോഴത്തേക്ക് നമ്മളൊന്ന് പുറത്തു പോവാണ്. പുറത്തുനിന്ന് വെച്ചാൽ ഏട്ടൻ പണ്ട് വർക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലോട്ടേക്ക് പോവാണ്. നല്ല തണുപ്പാണ്, പക്ഷെ ഞങ്ങൾ കോട്ടെടുക്കാൻ മറന്നുപോയി. അവിടെ അങ്ങനെ കടയൊന്നുമില്ല നല്ല മേടിക്കാൻ. നല്ല തണുപ്പ്. നമ്മൾ എന്നത്തെയും പോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ ഹോട്ടൽ ബസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെട്രോയിലേക്ക് പോവാണ് കേട്ടോ. മെട്രോ പോകുന്നതിൻ്റെ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന് മെട്രോയിൽ ചാടി കയറാണ്ട് രണ്ടാമത് വന്ന് മെട്രോയിലോട്ടാണ് നമ്മൾ ചാടി കയറിയത്. നമ്മൾ ഹോട്ടലെത്തിയിട്ട് നമ്മുടെ ഷെയ്ഖ് സായിദ് റോഡിലുള്ള ക്രൗൺ പ്ലാസയാണ്. അപ്പം നമ്മളുടെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം അത് നിങ്ങൾക്ക് കാണിക്കാൻ നോക്കിയിട്ട് എനിക്ക് വൃത്തിക്ക് കാണിക്കാൻ പറ്റണ്ടായിരുന്നില്ല. എൻ്റെ ക്യാമറയിൽ ഇപ്പോൾ ഈ ലൈറ്റൊക്കെ ഇങ്ങനെയാണ് കാണണേ, എന്താണാവോ. അങ്ങനെ നമ്മൾ ഹാർവസ്റ്റേഴ്സ് ഇവിടെയാണ് ഏട്ടൻ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമ്മളുടെ ഒരു ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു, സ്വരാജ്. പിന്നെ അവിടെ ലൈവായിട്ട് അവർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ട് ഞാൻ അതേപോലെ തന്നെ ഇട്ട് ഇനി എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അതിൻ്റെ വോളിയം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ ഇപ്പം പണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ എന്തൊക്കെയോ റിനോവേഷൻസ് ഒക്കെ നടക്കണോണ്ട് അതിൻ്റെ സൈഡിൽ അവർ തുണിയൊക്കെ ഇട്ട് മറച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് വൃത്തിക്ക് അങ്ങോട്ട് നമ്മൾക്ക് ആ ഒരു ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ മേലെ വന്നിരുന്നിട്ട് അതിൻ്റെ സൈഡിലൊരു ടേബിളുണ്ട്, അവിടെ ഇരിക്കുമ്പം നല്ല വൈബാണ്. പിന്നെ ഇന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ജാക്കറ്റ് എടുത്തില്ല, എന്നിട്ട് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. എനിക്ക് ജാക്കറ്റ് കിട്ടി, ഏട്ടന് ജാക്കറ്റ് കിട്ടിയില്ല. ജാക്കറ്റ് ഇട്ടിട്ടും നല്ല തണുപ്പായിരുന്നു. അപ്പം നമ്മൾ എന്താ പറയുക, ഞാൻ പിന്നെ അവർ വേറെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്, കലമാരി, പിന്നെ എന്തൊക്കെയോ ചിക്കൻ തന്തൂരി, അങ്ങനെ എന്തൊക്കെയോ ജസ്റ്റ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഇവിടുത്തെ ഫുഡൊന്നും എനിക്ക് അങ്ങനെ പിടിക്കില്ല. നമുക്ക് നമ്മുടെ ബിരിയാണി അതുപോലെ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ പിടിക്കുകയുള്ളൂ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ കുറച്ചൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയണത്. അപ്പോൾ അവരൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ ഓഫായിരുന്നു, ചില ആൾക്കാർക്കൊക്കെ ജോലി ഉണ്ടായിരുന്നു. എന്നിട്ട് അവരായി തിരക്കിൻ്റെ ഇടയിലൊക്കെ അവർ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അകത്ത് കയറി. അപ്പോഴല്ലേ സർപ്രൈസ് ഉണ്ടായിരുന്നത്. തണുപ്പാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കയറിയത്, പക്ഷേ സർപ്രൈസ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി അവിടെ പാട്ടൊക്കെ പാടി, ഗൈസ് ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടിയത് ഇപ്പം കേൾപ്പിച്ചുതരാം. സോറി, ആ പാട്ട് കേൾപ്പിക്കാൻ പറ്റൂല. ഞാൻ ആ പാട്ടിട്ട് കഴിഞ്ഞാൽ അതും എനിക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടിയാലോ. നല്ല അടിപൊളിയായിട്ട് അവരെൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ എടുത്ത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇതിൽ വലിയ കഥയൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് അങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പം നമുക്ക് കേക്ക് കുറിക്കാം, ബാ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മേലെ പോയിട്ടു. പക്ഷെ അവിടെ തീരെ വെട്ടം ഉണ്ടായിരുന്നില്ല. ഇത് അതിൻ്റെ മേലെ അവരുടെ പൂളിൻ്റെ സൈഡിലായിരുന്നു. പക്ഷെ ഒട്ടും വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഒന്നും തന്നെ കിട്ടിയില്ല. പിന്നുള്ള വെളിച്ചത്തിൽ നമ്മൾ അവിടെ നിന്ന് 3-4 ഫോട്ടോ ഒക്കെ എടുത്തു. കണ്ണാടിയുടെ മുന്നിൽ നിന്നും നമ്മളുടെ സ്ഥിരം പട്ടി ഷോ ഒക്കെ കാണിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്.
പിന്നെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ആരുടെയും വയറങ്ങനെ നിറയാത്തത് കൊണ്ടും നമ്മൾക്ക് നമ്മളുടെ ബിരിയാണി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചാർക്കോള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലാണല്ലോ നമ്മളുടെ വയറ് നിറഞ്ഞു എന്ന് നമുക്കൊരു തോന്നലുണ്ടാവുള്ളൂ. മലയാളികൾക്കിടെ ഒരു സ്വഭാവമാണത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം നമ്മൾ കരാമയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കരാമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും അതും 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉള്ള ഒരു ഏരിയയാണ് കരാമ. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഫുൾ മലയാളീസും ഫുൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന സ്ഥലമാണ് കരാമ. അപ്പം നമ്മൾ കുറച്ച് നടന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ക്യാബ് എടുത്തിട്ട് കരാമയിലേക്ക് പോവാണ്. ഇപ്പം ഇവർ രണ്ടുപേരെ ഫ്രണ്ടിൽ പോകുന്ന രണ്ടുപേരില്ലേ, അവർ താമസിക്കുന്നത് അവിടെയാണ്. ഇതേ സൈഡിൽ പോകണം മറ്റവന് നാളെ രാവിലെ 7 മണിക്ക് എന്തോ അവന് പോകണം. എന്നിട്ടും അവനെ ഞങ്ങൾ വിട്ടില്ല. 3 മണി എന്തോ 2 മണി എന്തോ ആയപ്പോഴാണ് എല്ലാവരും അവിടെ നിന്ന് പോയത്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതിപ്പം ജാക്കറ്റ് ഇട്ടിട്ടും നല്ല തണുപ്പാണ് അവിടെ. അങ്ങനെ നമ്മൾ അവിടെ പോയി. അവിടെ ഹോട്ട് ഡോഗ് എന്നാണെന്ന് തോന്നുന്നു. അവിടെയുള്ള ഒരു കടയിൽ കയറി. ഇപ്പം ഇതിൽ ജിനിയും അതുപോലെ തന്നെ അഖിൽ ചേട്ടനും ഇവർ രണ്ടുപേരും എൻ്റെ ഒരു നിരീക്ഷണ കോണകത്തിൽ ഈ കരാമയിലുള്ള എല്ലാ കടകളിലും അവർ കയറി നിറങ്ങി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കരാമയിലുള്ള ഏത് ഫുഡ് സ്പോട്ടാണെങ്കിലും നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അവരോട് ചോദിച്ചറിയണ്ടാവും. അങ്ങനെ നമ്മൾ അവിടെ കയറി എന്തോ ചിക്കൻ ചാർക്കോൾ നമ്മൾ ഓർഡർ ചെയ്തു. നല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഞങ്ങളുടെ കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പം ടാറ്റ.